എടപ്പള്ളി ലുലുമാളിലുള്ള PVRലാണ് പേട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമയാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് താങ്ക്സ് ടു കോമ്പസ് നൗ ആപ്പ് പേട്രിയറ്റിന്റെ ടിക്കറ്റിന് 200 രൂപയോളം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. സ്ക്രീൻ 6ലായിരുന്നു പേട്രിയറ്റ് പ്ലേ ചെയ്തിരുന്നത്. സ്ക്രീൻ 6 സ്കോപ്പ് ആസ്പെക്ട് റേഷ്യോയിലുള്ള 4K ലേസർ ഡോൾബി അറ്റ്മോസ് സ്ക്രീനാണ്. പേട്രിയറ്റിന്റെ ട്രailerൽ തന്നെ ഫുൾ കഥയുണ്ട്. ഡേറ്റ, പ്രൈവസി ബ്രീച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കണ്ടുമടുത്ത സെറ്റപ്പ് ഒക്കെ ആണെങ്കിലും മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഈ സ്റ്റാർ കാസ്റ്റ് ഈ സിനിമയെ രക്ഷപ്പെടുത്തിയെടുക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഡീസൻ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. എഡിറ്റിംഗ് പാറ്റേൺ ഒക്കെ ഉള്ളായിരുന്നു. ഒട്ടും ബോറടിക്കാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറൻറ്റ് പടമാണ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ട കഥയും കഥാപാത്രങ്ങളൊന്നും അല്ലല്ലോ സെക്കൻഡ് ഹാഫിലും തോന്നും. ആ രീതിയിലാണ് വരുന്നത്. ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ, ലാലേട്ടനോട് എന്തോ പ്രതികാരം ഉണ്ടെന്ന് തോന്നുന്നു ആർക്കൊക്കെ. പുള്ളിക്ക് നല്ല രീതിയിൽ പണി കൊടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുഞ്ചാക്കോവൻ്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനി മണിരത്നം കളിക്കാൻ വേണ്ടി നോക്കിയാണ് ഈ കുഞ്ചാക്കോബോബൻ്റെ മമ്മൂട്ടിയുടെ ക്യാരക്ടറിൻ്റെയൊക്കെ പേഴ്സണൽ ലൈഫിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഫഹദിൻ്റെ അടുത്ത് കോട്ടും 4 ഇംഗ്ലീഷും പുള്ളിയുടെ കണ്ണിൻ്റെ ഇന്റൻസിറ്റി ഷോട്ട് ഒരു 10 എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരം ഓഞ്ഞ ക്യാരക്ടേഴ്സാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഓഞ്ഞ ക്യാരക്ടേഴ്സിനെ ഹൈലി ടാലൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആൾക്കാർ ചെയ്യുമ്പോൾ ഇച്ചിരി വൃത്തികേട് കുറഞ്ഞു കിട്ടുന്നേ ഉള്ളൂ. പക്ഷേ ഈ സിനിമ എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് എത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എൻറ്റയർ സീക്വൻസിൻ്റെ തന്നെ ആവശ്യമില്ല എന്ന് തോന്നിക്കുന്ന വളരെ ലോജിക്കില്ലാത്ത ഒരു ഓഞ്ഞ പടം. അതാണ് എനിക്ക് പേട്രിയറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ മോഹൻലാലിൻ്റെ സീനുകൾ, പിന്നെ ക്ലൈമാക്സ് പോർഷൻസ്, ഇതെല്ലാം റോസ്റ്റ് ചെയ്യുന്ന കുറേ ചാനൽസ് ഉണ്ടല്ലോ, അവർക്ക് ചാകരയായിരിക്കും OTT ഇറങ്ങുമ്പോൾ.